ഹലോ ഗൈസ്, ഇന്ന് രാവിലെ ഇതേ വെയിലുണ്ട് കേട്ടോ. ജൂൺ മാസത്തിൽ ഇങ്ങനെ ഒരു വെയിലൊക്കെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ അപൂർവമാണ്. മഴയും ഇടിയും കാറ്റും. പക്ഷേ ഇന്നൊരു വ്യത്യാസമുണ്ട്. ഇന്ന് ജൂൺ 5 കേട്ടോ, പരിസ്ഥിതി ദിനമാണ്. 1973 യു എൻ നേഷൻസ് ചേർന്ന് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അന്ന് മാത്രം പ്രകൃതിയെ സ്നേഹിക്കും. അപ്പം ഞങ്ങൾ ഓർത്തേക്ക് ഇന്ന് പ്രകൃതി ഒന്നങ്ങ് സ്നേഹിച്ചേക്കാണ്. വീടും പരിസരവും ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. കിറ്റ് കുറേ തുളസി തൈകളുണ്ട്, അതും വീടിൻ്റെ സൈഡിലൊക്കെ നട്ടു വെക്കണം. ഈ മഴക്കാലം പിടിച്ചു കഴിഞ്ഞാൽ പ്രകൃതി ഒളിപ്പിച്ച് വെച്ചേക്കുന്ന മുഴുവൻ വിത്ത് നമ്മുടെ പറമ്പ് മുഴുവൻ അങ്ങ് വിരിഞ്ഞു വരും. കാട്ടുവെള്ളമായിട്ടും തുളസിയായിട്ടും നല്ല വൃക്ഷങ്ങളായിട്ടും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചിട്ടില്ലെങ്കിൽ പറമ്പിൽ കൂടെ പോണ പാമ്പും സാധനമൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് കയറും. ക്ലീൻ ചെയ്യാൻ ഞാനും അമ്മയും ചേച്ചിയും അങ്ങ് ഇറങ്ങി കേട്ടോ. തമ്പുരും കൂടെ കൂടി. അപ്പ ഇന്നിവിടെ ഇല്ല, അപ്പയ്ക്ക് പണിയുണ്ട്. തമ്പുരുവിനെ പിടിച്ച് ചേച്ചി പാറ കയറ്റി ഇരുത്തി കേട്ടോ. കാരണം അവിടെ അതിൽ നടന്നു കഴിഞ്ഞ് എവിടെ ഉരുണ്ട് വീണ്ടും വല്ലതും ഒപ്പിക്കും. ചേച്ചി ആ പിടിച്ച് അവിടെ തന്നെ ഇങ്ങിരുത്തി. പാറയിരിക്കാൻ അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി അവിടെ കയറിയിരുന്നു. പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ നിറയെ ആകൃതി സാധനങ്ങളാണ്. എന്നാൽ അതെല്ലാം വാരി കൂട്ടി ഒരുമിച്ചാക്കണം എന്ന് കരുതി നിന്നപ്പോഴേക്കും തമ്പുരുവിൻ്റെ പഴയ ആ തൊട്ടിയും കിട്ടി കേട്ടോ. അത് അവൾ പൊട്ടിച്ച് കളഞ്ഞതാണ്. അമ്മായി അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിരുന്ന സാധനമായിരുന്നു. അതും എടുത്ത് നമ്മൾ ആക്രിയുടെ കൂടെ ഇട്ടു. അവിടെ നിന്നോ അനങ്ങാൻ നിൽക്കണം കേട്ടോ, ഞാൻ ബാക്കി സാധനം എടുത്തു തരാമെന്ന് ഞാനങ്ങ് മാറി. അറ്റത്ത് വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ പേടി തോന്നും കേട്ടോ. പിന്നെ അമ്മ ഇതൊക്കെ കണ്ട് വഴക്ക് പറയുന്നുണ്ട്, അങ്ങ് കയറി നിൽക്കുകയോ ചെയ്യുന്നു പറഞ്ഞിട്ട്. അവളതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. കയ്യിൽ മണ്ണ് പറ്റുന്ന ഇഷ്ടമില്ലാത്ത ആളാണ്, എന്നാലും വല്ലതൊക്കെ കുരുത്തക്കേട് കാണിക്കും. ഇപ്പോൾ പോയി അവൾ റിമോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവൾ തന്നെ തല്ലി പൊട്ടിച്ച ടിവിയുടെ റിമോട്ടാണ്. ഇത് കണ്ടുകൊണ്ട് അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട്, അതവിടെ കൊണ്ടുപോയിട്ട് വെച്ചാൽ അത് നിറച്ച് മണ്ണല്ലേ. അത് കേട്ട് ആ കലത്തിൻ്റെ അകത്ത് അവൾ കൊണ്ടുപോയിട്ടു. ഈ ഓസ് നമ്മൾ മീൻകുളമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന കേട്ടോ. ഇപ്പോൾ അതങ്ങനെ ഉപയോഗിക്കാനായിട്ട് ഇടണ്ട, അതും നമ്മൾ ചുരുട്ടി കൂട്ടി അവിടെ വെച്ചു. ഈ സമയത്ത് അമ്മ വീടിൻ്റെ മുറ്റത്തെ പുല്ലൊക്കെ അത്യാവശ്യം അങ്ങ് പറിച്ചു കേട്ടോ. ഞാൻ മേലിൽ നിന്ന് കുറച്ചും അങ്ങ് പറിച്ചിട്ട് കൊടുത്തു, അടിച്ചു കൂട്ടിക്കളയട്ടെ. ഈ സമയത്ത് തമ്പുരും ഞാനും കൂടി താഴത്തേക്ക് ഇറങ്ങി. ഇനി അവിടെ കണ്ട കുപ്പിയും സാധനമൊക്കെ കൊട്ടയ്ക്കകത്താക്കണം. ഇതെല്ലാം അവളുടെ സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ പുറത്ത് വെച്ചിരുന്ന പഴയ പൗഡറിൻ്റെ ടിന്നും, അതുപോലെ നമ്മുടെ തുണി മുക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഷൻ്റെയും, അതുപോലെ അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. നമുക്കിവിടെ ആക്രിക്കാർ പുറത്തുനിന്ന് തന്നെ കുറവാണ്. നമുക്കും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ വാരി കൂട്ടി ചാക്കിൻ്റെ അകത്താക്കി കൊണ്ടു കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ട് വന്ന കുഞ്ഞു പാത്രങ്ങളൊക്കെ തമ്പുര് കളിച്ചുകൊണ്ടിരുന്ന കേട്ടോ. അതൊക്കെ പിന്നീട് പുറത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. ഇത് മഴ പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെല്ലാം കൊതുക് കയറി പണി തരും. അതുകൊണ്ട് നമ്മൾ അതൊക്കെ വാരി കൂട്ടി കൊട്ടയ്ക്കകത്താക്കി കൊണ്ടുവന്നു. ഇപ്പോൾ ആ വിറക് പറഞ്ഞ് നമ്മുടെ കാല വീണാനെന്നും പറഞ്ഞ് നമ്മൾ ആ കൊട്ട ചാടി മേടിച്ച് കേട്ടോ. തമ്പുരുവിൻ്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി. ഇനി ഇതെല്ലാം പിറക്കി കൂട്ടി ഷീറ്റിട്ട് മൂടി വെക്കണം. കൊതുക് ഉള്ളതുകൊണ്ട് തന്നെ കൊതുകടി കൊള്ളണ്ടെന്ന് പറഞ്ഞ് കൊച്ചിനോട് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിലെ കൊതുകിനെയും തല്ലിക്കുന്ന സമയത്ത് അവൾ പോയി ആ പൊട്ടി അക്വേറിയം നോക്കി. മഴ പിടിച്ചപ്പോഴത്തേക്ക് അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, അതിനകത്ത് വെള്ളം കയറ്റി കേട്ടോ. സാധാരണ അതിൻ്റെ അകത്ത് ചോർന്ന് പോകണം, പക്ഷേ ഇത്തവണ അതിൻ്റെ അകത്ത് വെള്ളം കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ പുറകിലെ പുല്ലൊക്കെ നമ്മൾ ധൃതി വെച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് വേഗം പരിപാടി തീർക്കണം. നിറയെ കൊതുകുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ അകത്ത് കയറി പോകണം. ചുറ്റും റബ്ബർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, എന്തോ കൊതുകിൻ്റെ ശല്യം നമുക്ക് കൂടുതലാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം പുകയൊക്കെ വെച്ചാലാണ് ഒന്നും പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. തമ്പുരു പാറയുടെ അറ്റത്തേക്ക് പോയപ്പോഴത്തേക്കും ചേച്ചി ഒന്ന് വഴക്ക് പറഞ്ഞ് അവളെ കയറ്റി വിട്ടു. ഈ സമയത്ത് നമ്മൾ ആ അരികും മൂലയും ചേർത്തുള്ള വള്ളം മുഴുവൻ പറിക്കുകയാണ്. സാധാരണ ഭായിമാരെ വല്ലതും വിളിക്കാറുണ്ട്. ഇത്തവണ ഭായിക്ക് പകരം നമ്മൾ തന്നെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. കാരണം വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ. വീട്ടിലെല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ വേഗം തീരും. അങ്ങനെ നമ്മൾ പടപടേന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ചാക്കാട്ടോ നിറച്ച് വെച്ചേക്കുന്നത്. അതിനപ്പുറത്തുനിന്ന് പുല്ലൊക്കെ അമ്മ പറിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ ഇഞ്ചി നടുന്നതിന് മുന്നേ ഈ ചാണകപ്പൊടിയും ചാരവും കരിയിലും എല്ലാം ചേർത്ത് മിശ്രിതം നമ്മൾ തയ്യാറാക്കി മണ്ണ് വിട്ട് ചാക്കിൻ്റെ അകത്ത് ഒരാഴ്ച മുന്നേ നിറച്ച് വെച്ചതാട്ടോ. ഇനി അതിൻ്റെ അകത്ത് വേണം നമുക്ക് ഇഞ്ചി നടാനായിട്ട്. ഈ സമയം കൊണ്ട് തമ്പുരുവും കയറി വന്ന് പുല്ലുപറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തമ്പുരു ഒപ്പം കയറിയപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു, അവിടെ നിൽക്കുന്ന ആ സ്ലേറ്റ് മൈന പച്ചയുടെ ആ വിത്തൊക്കെ പറിച്ച് കളഞ്ഞാൽ മതി, അതൊക്കെയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, കയ്യെ തൊട്ടാൻ ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ലല്ലോ. തമ്പുരു എങ്കിലും ഇച്ചിരി പാടുള്ള പരിപാടിയൊക്കെ ഏറ്റെടുത്ത് തുടങ്ങി കേട്ടോ. കൊതുകടി കൊള്ളുന്നുണ്ട്, കയറിപ്പോ കൊച്ചേന്നും പറഞ്ഞിട്ട് അമ്മ താഴെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. എന്നാലും അവൾ നമ്മുടെ കൂടെ കൂടും. എന്തോ അവൾക്ക് നമ്മൾ ചെയ്യുന്നതല്ല അതേപോലെ തന്നെ അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യണം, എങ്കിലേ പുള്ളിക്കാറ്റിക്ക് ഒരു സമാധാനമുള്ളൂ. ഞാനും കൊച്ചുകൂടി പുല്ലുപറി മുഴുവൻ തകൃതമായി നടക്കുന്നു. അമ്മ താഴെ അടിച്ചു വാരലും നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ചേച്ചി നമ്മുടെ വീഡിയോ ചുറ്റും പുറകെ നിന്ന് എടുക്കുകയാണ്. ഇതൊന്നും ഞാനിങ്ങനെ പറിച്ചെടുക്കുന്നതൊന്നും കാണിക്കണ്ട, എന്നാ മെനകേടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് സാരമില്ല, നീ അവിടെ മിണ്ടായിരുന്നു പുല്ല് പറിക്കടാ എന്നും പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു. തമ്പുരു ഒപ്പം കൂടി കേട്ടോ. ചേച്ചിയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടി. എന്നാലും ഞാൻ ആ മതക്കറി എടുത്തപ്പോൾ അവളുടെ തലയിൽ കൊണ്ടു. അതിൻ്റെ കൈക്ക് എനിക്കും കിട്ടിയ ഒരു വഴക്ക്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് മാറി ഇത് അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ വിറകാന്ന് മനസ്സിലാക്കി സൈഡിലേക്ക് ഒട്ടിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഇതെല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് താഴെ ഇട്ട് തരാമെന്നും പറഞ്ഞു. വീണ്ടും നമ്മൾ വന്ന് പുല്ലുപറി ആരംഭിച്ചു. ഈ സമയം കൊണ്ട് തമ്പുരുവിനെ നമ്മൾ ഏൽപ്പിച്ച് വിട്ടു കേട്ടോ. അതിനെ കൊതുക് കടിച്ച് തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഈ സമയത്ത് മിറ്റം അടിക്കാൻ ഇറങ്ങി. തമ്പുരു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അമ്മയുടെ പുറകെ ഇറങ്ങാൻ വേണ്ടിയെന്നുള്ളത്. അമ്മ എടുത്ത് തന്നെ ഓസ് നമ്മുടെ കേബിളിൻ്റെ ബാലൻസ് വന്ന വയറാണ് കേട്ടോ. ഈ വയർ പിന്നീട് അതിൻ്റെ അകത്ത് നമ്മൾ ചെമ്പ് കമ്പിയൊക്കെ വലിച്ചൂരിയെടുത്ത് വേറെ കുറേ പരിപാടിയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ബാലൻസ് വന്ന പ്ലാസ്റ്റിക് നമ്മൾ മേളിലേക്ക് കയറ്റിട്ടു. അത് ആക്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലാഭമുള്ള പരിപാടിയാണല്ലോ.
അതുകൊണ്ട് നമ്മൾ അതും കൂടി കയറ്റിയിട്ട് കേട്ടോ. തമ്പുരു പിന്നെ ഏറ്റൊന്നും മാന്തിച്ചു തുടങ്ങി. കൊതുക് കടിച്ചതിൻ്റെ എഫക്റ്റിലാട്ടോ. അമ്മ എവിടുന്ന് പറയുന്നുണ്ട് കയറിപ്പോ വച്ചേന്നൊക്കെ. പിന്നെ അത് പറഞ്ഞപ്പോഴേ തന്നെ തമ്പുരു താഴത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ പോയി മണ്ണിൽ കളിക്കാനുള്ള പരിപാടി തുടങ്ങി. അമ്മ അടിച്ചു വരണുണ്ട് അവൾ അടിച്ചുവാരായിട്ട് പാഞ്ഞു ചെയ്യുന്നു. അങ്ങ് അടിച്ചിടമ്മേ ഞാൻ കൊണ്ടേ കളയാന്നും പറഞ്ഞിട്ടുണ്ട്. ചേച്ചി അപ്പത്തേനും നമ്മുടെ പുല്ലുപറി തന്നെ ഫോക്കസ്ഡ് ആണ്. ഈ പറയുന്ന രീതിക്ക് വേഗം വേഗം ഞാൻ പറിക്കണുണ്ട്. ചേച്ചി പറഞ്ഞു നിനക്ക് ഉടനെ എൻ്റെ ബംഗാളിയായിട്ട് പ്രമോഷനൊക്കെ കിട്ടുമെന്ന്. ചേച്ചിയോട് അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ച് പറഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ പണി തന്നെ തുടർന്നു. ഈ കൂട്ടിയേക്കിന് ആക്രി മുഴുവൻ നമുക്കിനി ഇലനീരൊരു കടയിൽ കൊണ്ട് കൊടുക്കണം. അത്യാവശ്യം ഈ പറഞ്ഞ പണിയെടുത്തതിന് പൈസ നമുക്ക് വേണമല്ലോ. ആക്രി കൊടുത്താലേ നമുക്ക് ആവശ്യമുള്ള പൈസ തരും. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കൊണ്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ബാക്കി ഭാഗത്തെ പുല്ലുകൂടി പറിച്ചു. തമ്പുരുവിനെ ചേച്ചി വഴക്ക് പറഞ്ഞ് കയറ്റി വിടുന്ന ആട്ടപ്പം നിങ്ങൾ കണ്ടത്. അവൾ അകത്തേക്ക് കയറി പൊക്കോട്ടെ, പോയിരുന്ന കാട്ടും കാണട്ടെ എന്ന് ഞാനും പറഞ്ഞു. എന്നാലും ശരി, കുഞ്ഞാവ് നമ്മൾ വല്ലതും ചെയ്താൽ ആ പുറത്തെവിടെയും തങ്ങി നിൽക്കാനും നോക്കുകയുള്ളൂ. ഹരിതകർമ്മക്കാർക്ക് കൊടുക്കാനുള്ള 2 കഷ്ണം പ്ലാസ്റ്റിക് അവിടെ നിന്നിട്ട് നമ്മൾ അതും മാറ്റി വെച്ച് കേട്ടോ. കുഞ്ഞു വിറകുകളൊക്കെ കണ്ടപ്പോഴത്തേ അമ്മ പറഞ്ഞു എടാ അതൊക്കെ തീ കത്തിക്കാനും തീ പിടിപ്പിക്കാനും നല്ല അതൊന്നും കളയണ്ട കേട്ടോ, അതെല്ലാം നീ ആ ഒടിച്ചിങ്ങ വെച്ചേരെ. പിന്നെ അമ്മ പറഞ്ഞല്ലേ നമ്മൾ അതെല്ലാം പിറക്കി ഈ സൈഡിലേക്ക് വെക്കുന്ന സമയത്ത് തമ്പുര് പോയി വേറൊരു വടി ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് നീ വിറകെടുത്ത് അമ്മയിലേക്ക് കൊടുക്കണം. അമ്മേനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ദേ വേഗം പോയി താഴെ ചാക്കി കെട്ടി വെച്ചിരുന്ന പ്ലാസ്റ്റിക്കും അതുപോലെ തമ്പുരുവിനെ നമ്മൾ കുളിക്കാൻ മേടിച്ചിരുന്ന പൊട്ടിയ ബക്കറ്റും സാധനമൊക്കെ കൊണ്ടുവന്നു. ഇതും ആക്രിക്ക് കൊടുത്തതെന്ന് ആവശ്യമില്ലാത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഓസൊന്ന് മടക്കി കൂട്ടി എടുത്ത് വെക്കാൻ തരും. കാരണം അത്തേ തട്ടി ഞാൻ തന്നെ അവിടെ അലച്ചും പൊത്തി വീഴാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നീട് അവിടെ നിന്ന് നമ്മളെടുത്ത് ആ കസേര ഞാൻ കൊടുത്തു വിട്ടു. ഒരു 2 ആഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു 3 ആഴ്ച മുന്നേ എനിക്ക് തോന്നുന്നു നമ്മൾ പെയിൻ്റ് അടിക്കാൻ കയറ്റിയിട്ടാണ്. പക്ഷേ ഇതുവരെ പെയിൻ്റ് അടി നടന്നില്ല. അത് 2-3 മഴയും കൊണ്ട് ഇപ്പോൾ ഒരു 5-6 വെയിലും കൊണ്ടു. അങ്ങനെ അതിൻ്റെ കളർ കുറച്ചുകൂടി മങ്ങിയിട്ടുണ്ട്. പെയിൻ്റ് അടിക്കാൻ പറഞ്ഞാൽ അതിന് നമ്മൾ താഴത്തേക്ക് മാറ്റി ആക്രിക്ക് കൊടുക്കണ്ട. ഈ സമയത്ത് അമ്മ പോയത് ഈ നമുക്ക് ചാക്ക് കെട്ടാനുള്ള കയറൊക്കെ എടുത്തുകൊണ്ട് വന്നു. ചാക്കിനെ പൊക്കത്തേക്ക് കയറ്റാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഒരു വിധം നമ്മൾ വലിച്ച് കയറ്റി കേട്ടോ. ചാക്ക് കയറ്റിയ സമയത്താണ് അതിൻ്റെ അകത്ത് ചൊറിയൻ തവള ഇവനെങ്ങാനും കയ്യിലിട്ട് വല്ലതും അവൻ്റെ ആയുധം വല്ലതും തെറിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അരിമ്പാറയും ചൊറിച്ചിലും ഒക്കെ ആകും. അതുകൊണ്ട് നമ്മൾ അവനെ എന്ത് ചെയ്തു പയ്യെ അതിനെ തോണ്ടി ചാടിക്കാനുള്ള പരിപാടി നോക്കി. അവൻ ചാടി ഇറങ്ങി കേട്ടോ. അവൻ ചാടി നമ്മൾ പറിച്ച ആ പുല്ലിൻ്റെ അകത്തേക്ക് കയറി. ഇനി ആ പുല്ലെടുത്ത് കളയുമ്പോൾ അവൻ എൻ്റെ കൈക്കിട്ട് എൻ്റെ പണി തരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനത് അവിടെ അനക്കാതെ വെച്ച് ചാക്കിലേക്ക് വേസ്റ്റ് നിറയ്ക്കാൻ തുടങ്ങി. ഓരോ പ്ലാസ്റ്റിക്കും കുപ്പി സാധനം അതിൻ്റെ അത് ചാക്കിലേക്ക് ഇടുന്നതോറും ചാക്ക് വീണ്ടും പുറത്തേക്ക് തള്ളി വരാൻ എന്നോട് വന്ന രീതിക്ക് നമ്മൾ വിട്ടുകൊടുക്കും. എടുത്ത് 2 കുത്തു കുത്തി അവരെ നമ്മൾ ചാക്കിൻ്റെ അകത്താക്കി കേട്ടോ. ഇനിയുള്ള പരിപാടി കയറിട്ട് കെട്ടി വെക്കണം. തമ്പുരുവിനെ കൊണ്ട് തന്നെ അവിടെ കിടന്ന് കയറെടുപ്പിച്ചു. ഇനി അത് കെട്ടി വെക്കണം. കെട്ടി വെച്ചില്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് തവളയായിട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ കയറിയിരിക്കും. പിന്നീട് നമ്മൾ പോയി എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പണി കിട്ടുകയും ചെയ്യും. കയറിട്ട് വലിഞ്ഞ് മുറുക്കി കെട്ടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അമ്മയും തമ്പുരും താഴെയുണ്ട് കേട്ടോ. തമ്പുരു അവിടുന്ന് മണ്ണൊക്കെ വാരി ഏതാണ്ടൊക്കെയോ പരിപാടിയാണ്. ആരും കാണാതെ ഇങ്ങനത്തെ കുരുത്തക്കേട് ഒപ്പിക്കണം അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ. പിന്നീട് നമ്മളിതെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ചു. കാരണം ഇനി ഇത് ഷീറ്റിട്ട് മൂടി വെച്ചില്ലെങ്കിൽ ഈ നമ്മൾ വാരി കൂട്ടിയതിൻ്റെ അകത്ത് തന്നെ വെള്ളം കെട്ടി അതിൻ്റെ അകത്ത് കൊതുക് വന്ന് വിഷയമായി നമുക്ക് കൊതുകടി കൊള്ളേണ്ടി വരും. അമ്മ ദേ കൊച്ചിൻ്റെ കൈ മുഴുവൻ നോക്കുക. ആ നിന്നോട് കയറി പോകാൻ വേണ്ട, നീ കയറി പോകത്തോണ്ടല്ലേ ഈ കൊതുകടി മുഴുവൻ കൊള്ളണേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ കൊതുകടി കൊള്ളണേനൊന്നും യാതൊരു വിലയില്ലേന്ന് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് അവിടെ നിൽക്കുക. പിന്നീട് നമ്മൾ നേരെ എല്ലാം കൊട്ടയ്ക്കകത്താക്കി ആക്കി കേട്ടോ. കാരണം ഈ സാധനമൊക്കെ ഇവിടെ തന്നെ നമ്മൾ പറിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ സാധനം അവിടെ കിടന്ന് അഴുകി അതിൻ്റെ അകത്ത് വിത്ത് അവിടെ കിടക്കും. പിന്നീട് അത് പണിയാവും. നമ്മൾ പിറക്കി മുഴുവൻ ദേ അമ്മയുടെ കയ്യിലേക്ക് കൊട്ടയ്ക്കകത്ത് ഇട്ട് കൊടുത്തു. കാരണം അവിടുന്ന് നമ്മൾ പണ്ട് പാറ പൊട്ടിയ സ്ഥലത്ത് വലിയൊരു കുഴിയാണ്. ആ കുഴിക്കകത്തേക്ക് ഇത് മുഴുവൻ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളും, വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അങ്ങനെ ദേ നമ്മൾ കൊട്ട നിറച്ച് അമ്മയുടെയൊക്കെ എടുത്തു. അമ്മ ഇത് കൊണ്ടേ കളയാൻ പോണത് ആ സ്പേസ് ആട്ടോ നമ്മൾക്ക് നേരത്തെ വലിയൊരു പാറയുണ്ടായിരുന്നു. ആ പാറ പൊട്ടിച്ച് നമ്മൾ വീടിൻ്റെ തറയൊക്കെ കെട്ടിയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ കുഴിക്കകത്തേക്ക് ഈ സാധനമെല്ലാം നമ്മൾ കൊണ്ട് ഡംപ് ചെയ്യണം. ഇങ്ങനെ പുല്ല് പറിക്കണം കരിക്കിലടിച്ച് വരണമൊക്കെ കൊണ്ടുവരണം അങ്ങോട്ടേക്കാട്ടോ. ഇതിൻ്റെ അകത്ത് കിടന്ന വിറകെല്ലാം നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടു. നോക്കിയപ്പോൾ ദേ താഴെ ഒരു ഉമ്മച്ചിക്കുട്ടിയെ പോലെ ഒരാൾ വന്ന് നിൽക്കുന്നു. തമ്പുരു പോയി അവളുടെ തോർത്തെടുത്ത് വന്ന് പൊതിഞ്ഞ് നിൽക്കുന്ന ആട്ടോ നിങ്ങൾ കാണുന്നത്. കൊതുകടി കൊണ്ട പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ തന്നെ കണ്ടുപിടിച്ച ഐഡിയയാണ്. അമ്മ ആ തോർത്തും വേണ്ടി തലവഴിയൊക്കെ ഇട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. തമ്പുരു ദേ അടിപൊളിയായിട്ട് അവിടെ നിൽക്കുക കേട്ടോ. ഒരു ഉമ്മച്ചിക്കുട്ടിയെ എല്ലാം അഴിഞ്ഞ് പിറക്കി പോകുന്നുണ്ട്, എന്നാലും ആൾ അവിടെ നിൽക്കുകയാണ്. കൊതുകടിയല്ലേ കുഞ്ഞാവ് കയറിപ്പോകുന്ന കാട്ടും കണ്ടോളാം നമുക്ക് ചേച്ചി വിളിച്ച് പറയുന്നുണ്ട്. ആൾ കയറിപ്പോണ യാതൊരു പരിപാടിയില്ല, പാറ കയറി നിൽക്കുകയാണ് ആൾ, കൊതുകടി ചൊറിഞ്ഞു മാന്തിയൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ ദൈവം ചൂലുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് വന്നു. നീ എന്തായാലും അത്രയും ചെയ്ത് അവിടേക്ക് ഒന്ന് അടിച്ചുകൂടി ഇടാമെന്നും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം അടിച്ചുവാരി തുടങ്ങി. ഈ അടിച്ചുവാരും അത്യാവശ്യം പരിപാടിയൊക്കെ പഠിച്ചത് ഈ തമ്പുരുവിന് അമ്മ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തായിട്ടോ. ഞാനും ചേച്ചി ഷെയർ ചെയ്ത പണിയൊക്കെ ചെയ്തിരുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം പണിയൊക്കെ അറിയാം. ഈ സമയത്ത് ചേച്ചി അവിടെ നോക്കി ചിരിക്കുന്നുണ്ട്. നീ ഇപ്പോഴെങ്കിലും വല്ലതൊക്കെ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഫുൾ അടിച്ചു വാരി കേട്ടോ. അടിച്ചു വാരി കൂട്ടിയതും കൂടി മാറ്റി കളഞ്ഞു. നോക്കിയപ്പോഴാണ് നമ്മുടെ പൊട്ടിയ അക്വേറിയത്തിൻ്റെ വെള്ളം കെട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയത്തില്ല, എന്നാലും ഈ വെള്ളം കിടന്നാൽ കൊതുകാവില്ലെന്ന് നമ്മൾ ആ മുഴുവൻ വാരിക്കളഞ്ഞു. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പുരിൻ്റെ മേളിലേക്ക് കയറി വരുന്നതിന് ബഹളമായിരുന്നു. പിന്നീട് അമ്മ ദേ അവൾ തോർത്തൊക്കെ മാറ്റി അവളെ മേളിലേക്ക് കയറ്റുകയാണ്. ആ പാറ വഴി തന്നെ കയറിപ്പോകണം. അപ്പുറം സൈഡിൽ കയറി കയറാൻ ഇച്ചിരി പാടായതുകൊണ്ട്
ചേച്ചി അപ്പുറത്ത് കൂടി പിടിച്ച് അങ്ങ് കൊണ്ടുവന്ന് വിട്ടു കേട്ടോ. പുല്ല് കഴിഞ്ഞാൽ പിന്നെ കരികിലയാണ്. കരികില അവിടെ കിടന്ന മണ്ണും ബാക്കി വേസ്റ്റ് എല്ലാം കൂടി നമ്മൾ കൊട്ടയ്ക്കകത്തേക്ക് ആക്കി. അതും അമ്മയുടെയൊക്കെ കൊടുത്തു. അവിടെ കൊണ്ട് അങ്ങ് ഡംപ് ചെയ്തേക്കാൻ പറഞ്ഞു. തമ്പുരു പാറയിൽ കൂടി കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക, ഇത് തന്നെ പരിപാടി. എങ്ങാനും വീണാലോ എന്നും പറഞ്ഞ് അമ്മ ദേ ഒച്ച എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത ഭാഗത്ത് കൂടി ഒന്ന് കണ്ണ് പിടിച്ചു. അത്യാവശ്യം ഒന്ന് മെനയായിട്ടുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും നമ്മുടെ വേസ്റ്റൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. പ്രകൃതിയോട് നമ്മുടെ സ്നേഹമൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഇത് മൂടാക്കാൻ പേപ്പർ എടുക്കണം. അങ്ങനെ നമ്മുടെ പഴയ മേശവിരി ഒരെണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് അമ്മ പറമ്പിൽ നിന്ന് എടുത്താണ്. അത് ഇട്ട് അതിനെയും മൂടി വെച്ചു. അവിടുന്ന് കിട്ടിയ ഒരു ഓസിൻ്റെ കഷ്ണവും 2-3 പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മ ഇങ്ങനെ തന്നു. അതെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്ത് മൂടി വെച്ചു. മൂടി വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ ഇനിയും മഴ പെയ്ത് വെള്ളം കയറി സീനാകും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എങ്കിൽ നമുക്ക് ആ ഇഞ്ചി നടാനുള്ള സാധനങ്ങൾ കൂടി നോക്കിയേക്കാം. എന്തായാലും നമുക്ക് ഇഞ്ചി ആവശ്യമുണ്ട്. ഇഞ്ചി വിത്ത് ഇരിപ്പുണ്ട് താനും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേ അമ്മ പോയി നമുക്ക് ആവശ്യമില്ല ഇഞ്ചി വിത്തൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇഞ്ചി വിത്ത് സാധാരണ ഇവിടെ നട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കായ ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ അമ്മ അത് പറിച്ച് കറിക്കകത്തിടാൻ തുടങ്ങും. എന്നാലും സാരമില്ല, നമ്മൾ നിറച്ച് വെച്ചാൽ സഞ്ചിയൊക്കെ അവിടെ ഉണ്ടല്ലോ. നമുക്കിവിടെ എന്തെങ്കിലും എന്നാണെങ്കിൽ ഈ സഞ്ചിക്കകത്തൊക്കെ നടണം. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് മണ്ണ് കുറവാണ്, നിറയെ പാറയാണ്. അതുപോലെ തന്നെ ഈ കോഴികളുള്ളതുകൊണ്ട് ഇവന്മാരിത് മുഴുവൻ പണിയാക്കും. ഓരോ സഞ്ചി എടുത്ത് നോക്കുമ്പോൾ അമ്മ വെയിറ്റ് ഉണ്ടെന്നും ഇല്ലാത്ത കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് തരുന്നത്. നമ്മുടെ കുറ്റിക്കുരുമുളകൊക്കെ അവിടെ നിൽപ്പുണ്ട്, ഇതുവരെ കായ്ച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെ നമ്മളിതേ ഓരോ സഞ്ചി എടുത്തൊന്ന് മണ്ണിളക്കി കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ആഴ്ച മുന്നേ ഇത് നിറച്ച് വെച്ചതാണ്. അത്യാവശ്യം കരികിലയും ചാണകപ്പൊടിയും ചാരവും എല്ലാം കൂടി ചേർത്ത് മിശ്രിതം ചേർത്ത് നമ്മൾ മണ്ണിട്ട് നിറച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അങ്ങ് നട്ടാൽ മതി കേട്ടോ. ഇഞ്ചി നടാൻ പോകാമെന്ന് പറഞ്ഞതേ എല്ലാവരും ദേ ഓടി എത്തിയിട്ട് അമ്മയും ചേച്ചിയും തമ്പുരും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അപ്പനെ ഞങ്ങൾ നോക്കിയില്ല, അപ്പം വന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കയറി ആ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചി നടാനായിട്ട് തമ്പുരു ഓടി എൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ. കൊതുകാണ്, നല്ല രീതിയിൽ കൊതുക് കുത്തുന്നുണ്ട്. കുഞ്ഞ് ചേച്ചി മാറിക്കോ എന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല, ചൊറിഞ്ഞുകൊണ്ട് ആൾ നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട്. അമ്മ വന്ന് ഇഞ്ചി നടാനായിട്ടുള്ള സ്ഥലമൊക്കെ ഞാൻ വെച്ച് ചെറിയ കുഴിയൊക്കെ കാണിച്ചു കൊടുത്തു. അമ്മ അവിടെ ആദ്യത്തെ ഇഞ്ചിയൊക്കെ നട്ടു. ഇനി ആരുടെ ഇഞ്ചി ആദ്യം മുളയ്ക്കുന്നത് കാണാമെന്നൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. രസമുള്ള പരിപാടി വല്ലതൊക്കെ നടുന്നത്. എല്ലാവരും കൂടുക എന്തെങ്കിലുമൊക്കെ നടാനായിട്ട്. അങ്ങനെ ദേ അടുത്ത് തമ്പുരു നടാന്ന് പറഞ്ഞ് തമ്പുരു വരും. എന്നാൽ 2 കഷ്ണം അവൾക്ക് നടാൻ എളുപ്പത്തിൽ ഞാൻ എടുത്ത് അവിടെ വെച്ച് കൊടുത്തു കേട്ടോ. ഇപ്പം കണ്ടോ, അത് മുഴുവൻ എടുത്ത് താഴെ വെച്ചു. എനിക്ക് എടുത്ത് വെക്കാൻ അറിയാം കേട്ടോ എന്ന് പറഞ്ഞ് അവൾ അത് മുഴുവൻ എടുത്ത് താഴെ എടുത്ത് വെച്ചു. എന്നാ പറയാനാ, കുഞ്ഞാണെങ്കിലും കുരുത്തക്കേട്ടും ഈ കാണിക്കുന്നത് യാതൊരു കുറവുമില്ല. അവൾ തന്നെ മണ്ണിടുന്നുണ്ട്. ചേച്ചി വിളിച്ചാണ് നിനക്ക് ചൊറിയുണ്ടാവും, മണ്ണിൽ കളിക്കല്ലേ ആര് കേൾക്കാൻ. എന്നോട് വന്ന രീതിയിൽ തമ്പുരു അതിൽ നടന്നതിൻ്റെ തിരക്കിലാട്ടോ. ഞാൻ എടുത്ത് കൊടുക്കുന്ന ഓരോ കുഴിയൊക്കെ കണ്ട് അവളിങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ നടാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പിന്നീട് അവൾ പൊക്കത്ത് വെച്ച് നമ്മൾ വീണ്ടും ഒരു കുഴിയെടുത്ത് അതിൻ്റെ അടുത്ത് നട്ട് പിടിപ്പിച്ചു. എന്തെങ്കിലും ആവട്ടെ, നന്നായിട്ട് കയറി വന്നാൽ മതി, ആര് നട്ടാലും ഇഞ്ചി ഉണ്ടായാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ ചാക്കിനും ചെറിയൊരു കുഴി എടുത്തപ്പോൾ അമ്മ പതിയെ ഇനി ഞാൻ കയറിപ്പോയി, എനിക്ക് അടുക്കളയിൽ വേറെ പണി കണ്ടെന്നും പറഞ്ഞിട്ട് അമ്മ പയ്യെ ഇറങ്ങുക കേട്ടോ. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി, നമുക്ക് അപ്പം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അമ്മ പറയുന്ന എടുത്തിയാടി അമ്മ രക്ഷപ്പെട്ടു. ഇനി താഴത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേ ഞാൻ നോക്കി, എങ്ങാനും വീണാൽ വല്ലതും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മൾ പറഞ്ഞ് അമ്മയെ സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ഇഞ്ചി പണിയിൽ തന്നെ ഫോക്കസ് ചെയ്തു. തമ്പുരു ഓരോ കഷ്ണം എടുക്കാൻ ചേച്ചി വേഗം ഓടി വന്നു. ഞാനൊരു ഇഞ്ചി എങ്കിലും നടട്ടെ, ഇത്രയും നേരിട്ട് ചുമ്മാ നിൽക്കുമല്ലേ എന്ന് പറഞ്ഞ് ചേച്ചി ഓടി വന്ന് ഒരു ഇഞ്ചി കഷ്ണം അങ്ങനെ നട്ടു. നമ്മൾ ഓരോ കുഴി എടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് നടേണ്ട ആൾക്കാരെ പേരുകൂടി എഴുതി വെക്കുന്ന രീതിക്കാട്ടെ ഇവിടെ. ഒരു സഞ്ചി എൻ്റെ, ഈ സഞ്ചി നിൻ്റെ എന്നും പറഞ്ഞുകൊണ്ടാട്ടോ ഇരിക്കുന്നത്. എല്ലാ പരിപാടിയും ഞാൻ തമ്പുരു അകത്തേക്ക് കയറി ഓടി കേട്ടോ. നമ്മൾ ഇഞ്ചിപ്പാത്രം എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. നിറഞ്ഞ മണ്ണും അതിൻ്റെ ആവശ്യത്തിന് വളവും നമ്മുടെ ഇഞ്ചി വിത്തും എൻ്റെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ പുതയിട്ട് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴികൾ വന്ന് ഇതിൻ്റെ അകത്ത് മുഴുവൻ പണി നടത്തും. അതിന് മുന്നേ നമുക്ക് പുതയിടുകയും വേണം. പിന്നെ അതുപോലെ കീടങ്ങളുടെ ഒന്നും ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ കപ്പളത്തിൻ്റെ ഇല നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ അമ്മയുടെ തറവാട്ടിൽ ഒരു ചാച്ചൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ചാച്ചൻ ഇങ്ങനെ പറഞ്ഞു, ചാച്ചൻ ഭയങ്കര കൃഷിപ്രിയനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാച്ചൻ പറഞ്ഞറിയാം. പോകുന്ന വഴിക്ക് നമ്മുടെ കോഴികളെ നമ്മൾ കണ്ടു കേട്ടോ. കപ്പളത്തിൻ്റെ ഇലയൊക്കെ പറിച്ച് നമ്മൾ മേളിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ കപ്പളമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇലയ്ക്ക് ക്ഷാമമൊന്നുമില്ല. കിട്ടിയതൊക്കെ നമ്മൾ പറിച്ചെടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂടി വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ വന്ന് ഈ സാധനം വെറുതെ പോകും കേട്ടോ. അതുകൊണ്ട് ഇതാണെങ്കിൽ അത്യാവശ്യം പ്രതിരോധം കിട്ടുകയും ചെയ്യും, ചെടി സേഫായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഇത് ചീഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, വളത്തിൻ്റെ ഒരു എഫക്റ്റും കിട്ടും. അങ്ങനെ നമ്മൾ പണിയില്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങൾ, ചൂല്, നമ്മുടെ അടിച്ചുവാരി, ചേച്ചിയുടെ ഫോണ്, സാധനം എല്ലാം ആയിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി താഴത്തേക്ക് പോകണം. കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ കൊതുകടി കൊള്ളാൻ പറ്റത്തില്ല. നമ്മൾ ഹരിതകർമ്മക്കാർക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക്കും നമ്മുടെ മീൻ വെള്ളം മാറാനെടുത്ത പാത്രവും ഒക്കെ ആയിട്ട് നമ്മൾ ചാടി ഓടി കയറി പോകാം കേട്ടോ. ഇനി നിന്ന് കഴിഞ്ഞാൽ കൊതുകടി കൊണ്ട് വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. ഈ സമയത്ത് ചേച്ചി പോയി വീണ്ടും നമ്മൾ ചെയ്തതൊക്കെ ഒന്നുകൂടി എടുത്ത് കേട്ടോ. അത്യാവശ്യം നീറ്റായി കേട്ടോ. കാരണം ഇതുപോലെ കാട് കയറി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാട്ടിലാണ് ജീവിക്കുന്നത് എല്ലാവരും കരുതും. പിറക്കി വെച്ച വിറകെടുക്കാൻ വിട്ടുപോയി അമ്മ റിട്ടേൺ വന്നത് ആ വിറക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ചായ തിളപ്പിക്കാനുള്ള വിറകായാലോ എന്നും പറഞ്ഞുകൊണ്ട്. സാധാരണ എനിക്ക് ഇവിടെ ഗ്യാസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാലും വിറക് കിട്ടി ഞങ്ങൾ കളയത്തില്ല. തമ്പുരു കയറി വന്ന് കാർട്ടൂണിൻ്റെ അകത്ത് ഫോക്കസ്ഡ് ആട്ടോ.
അകത്ത് കയറി വന്ന ഫാന് വിട്ട് കുറച്ച് നേരം ഇരിക്കണം. ഈ സമയത്ത് നമ്മൾ കാണുന്നത് ഹൈഡി തന്നെയാണ് കേട്ടോ, തമ്പുരുവിൻ്റെ കാർട്ടൂൺ. തമ്പുരു ചായ കുടിക്കുന്നു, ഞാൻ കസേര ഇരിക്കുന്നു, ചേച്ചി വീഡിയോയിലേക്ക് എൻഡിലേക്കുള്ള പരിപാടി നടത്തുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീടും പരിസരവും നമ്മളൊന്ന് ക്ലീൻ ചെയ്തു, അത്യാവശ്യം എല്ലാവരെയും എൻഗേജ്ഡ് ആക്കിയിട്ടുണ്ട്, എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക സുഖം കേട്ടോ. ഇന്ന് അപ്പ ഇല്ലാത്തത് വലിയ കുറവായിരുന്നു, എങ്കിലും അപ്പയ്ക്ക് പണിയുള്ളത് കൊണ്ട് നമ്മളത് ഹാപ്പി ആയിട്ട് തന്നെ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നെ ലൈക്ക് ചെയ്യണം.